പി വി അൻവർ എം.എൽ.എ. പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ രഹസ്യം ചോർത്തിയെന്ന കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കും. എസ്.ഒ.ജി. SP ടി ഫറാഷിന്റെ നേരിട്ടുള്ള പരാതിയിലാണ് മഞ്ചേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ഇന്ന് പി വി അൻവർ മഞ്ചേരിയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രഖ്യാപിക്കാനിരിക്കെ രഹസ്യങ്ങൾ ചോർത്തിയതിൽ കേസ് വരുന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരികയാണല്ലോ. എന്തൊക്കെയാണ് ദീപക് തർമ്മണം നമുക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്? SKN വെരി ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ പി വി അൻവറിന് എളുപ്പമാകില്ല കാര്യങ്ങൾ എന്നുള്ളതാണ് പോലീസ് തലപ്പത്തു നിന്ന് ലഭിക്കുന്ന സൂചന. കാരണം ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ പോകുന്നു. അൻവർ മാത്രമാണ് ഇപ്പോൾ ഇതിൽ പ്രതി. പക്ഷേ എന്നാൽ ഗൂഢാലോചനയിൽ മാത്രവുമല്ല, ക്രിമിനൽ ഗൂഢാലോചന കൂടാതെ കടുത്ത വകുപ്പുകൾ ഇനിയും ചേർക്കാനുള്ള സാധ്യതയുണ്ട്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ പരമാധികാരം ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു ഗൂഢാലോചന എന്നുള്ള നിലയിൽ ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം ഈ SOG കേരള പോലീസിൻ്റെ തന്നെ രാജ്യത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തന്ത്രപ്രധാന സേനയാണ് SOG, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്. ആ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ SP തന്നെ ആണ് പരാതി നേരിട്ട് നൽകിയിരിക്കുന്നത് മലപ്പുറം SP എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ടി ഫറാഷിൻ്റെ നേരിട്ടുള്ള പരാതി. ആ പരാതിയിൽ തന്നെ രാജ്യത്തിൻ്റെ പരമാധികാരം ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് അൻവർ നടത്തിയത് എന്ന് പറയുന്നുണ്ട്. കാരണം ഈ SOGയിലെ രഹസ്യ വിവരങ്ങളെല്ലാം തന്നെ ചോർത്തിയെടുത്ത് അത് പുറത്തേക്ക് നൽകുന്നു എന്ന് പറയുമ്പോൾ അത് രാജ്യദ്രോഹ ശക്തികൾക്ക് അതിൻ്റെ വിവരങ്ങൾ ലഭിക്കും. അത് രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെയും ദേശസുരക്ഷയെയും വെല്ലുവിളിക്കുന്ന ഗൂഢാലോചനയാണ്. അതുകൊണ്ടാണ് BNSലെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയത്. നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് നിയമവിദഗ്ധരുമായി പോലീസ് സംഘം ചില കൂടിയാലോചനകൾ നടത്തി. അതിലപ്പുറത്തേക്കുള്ള ഗുരുതരമായ വകുപ്പുകൾ കൂടി ചേർക്കാൻ സാധിക്കും. മാത്രവുമല്ല, ഇപ്പോഴും ഇതിൻ്റെ FIR പോലീസ് പുറത്തുവിട്ടിട്ടില്ല. സാധാരണഗതിയിൽ ദേശവിരുദ്ധ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസുകൾ, രാജ്യദ്രോഹ കുറ്റങ്ങൾ തുടങ്ങിയവ FIR പബ്ലിഷ് ചെയ്യില്ല. ആ കാറ്റഗറിയിലേക്ക് ഈ കേസ് മാറ്റിയിരിക്കുന്നു. നമുക്ക് ലഭ്യമാകുന്ന സൂചന ഉടൻ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. ഇപ്പോൾ മഞ്ചേരി പോലീസാണ് കേസെടുത്തത്. ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഇതിൻ്റെ മറ്റു നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ്. അൻവറിന് അധികം വൈകാതെ നോട്ടീസ് നൽകും, ചോദ്യം ചെയ്യും, മറ്റു നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. SKN ദീപക് തർമ്മണമാണ് വിവരങ്ങൾ നൽകിയത്.